ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി. രാജസ്ഥാനിലെ നഗൌറിൽ സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ പ്രാർത്ഥനയ്ക്കിടെ ആക്രമണമുണ്ടായി. അസമിലെ നൽബാഡിയിലെ സ്കൂളിലും ക്രിസ്മസ് അലങ്കാരങ്ങൾ നശിപ്പിച്ചു. രണ്ടിടത്തും ബജറംഗ് ദളിനാണ് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം, ശരിക്കും ഈ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്ക് ആക്രമണങ്ങൾ നേരിടുന്നു എന്നുള്ള പരാതി എത്രയോ കാലമായി നമ്മുടെ രാജ്യത്ത് ഉയരുന്നതാണ്. ഇപ്പോഴെന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസങ്ങളായി കുറച്ചു കാലമായി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ ഉയരുന്നു എന്ന പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ വർദ്ധിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. രാജസ്ഥാനിലും ഒപ്പം തന്നെ അസമിലും സ്കൂളുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാജസ്ഥാനിൽ നൗഗൌറിലെ സെന്റ് സേവിയേഴ്സ് സ്കൂളിലാണ് ആക്രമണം ഉണ്ടായത്. 400ഓളം കുഞ്ഞു കുട്ടികൾ പങ്കെടുത്തിരുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടി, അതിൽ പ്രാർത്ഥന നടന്നു വരുന്നതിനിടെയാണ് 15ഓളം വരുന്ന അക്രമികൾ ഈ സ്കൂളിലേക്ക് എത്തുകയും ഈ സ്കൂൾ അധികൃതർക്ക് നേരെ ഭീഷണി മുഴക്കുകയും ചെയ്തത്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ അധ്യാപകരും ഒപ്പം തന്നെ സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുകയായിരുന്നു. ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഇവരെ തടയാൻ ശ്രമിച്ച വനിതാ ജീവനക്കാരിയെ ഉൾപ്പെടെ തള്ളിയിടുന്ന സാഹചര്യവും ഉണ്ടായി. തുടർന്ന് ഈ സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന ക്രിസ്മസ് അലങ്കാരങ്ങൾ, സ്കൂളിന്റെ ബെഞ്ചും മേശ അടക്കമുള്ളവ നശിപ്പിക്കുന്ന നടപടികളും ഈ അക്രമികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സംഭവത്തിന് പിന്നിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്നാണ് സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ അറിയിക്കുന്നത്. ഈ അക്രമികൾ ക്ലാസ് മുറികളിൽ ആക്രമണം നടത്തുന്നതിനിടെ 3 പേരെ സ്കൂൾ ജീവനക്കാർ പൂട്ടിയിട്ട് അവരെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ ഔപചാരികമായി പരാതിയും നൽകിയിരിക്കുന്നു. സമാനമായ സംഭവം തന്നെയാണ് അസമിലെ നൽബാഡിയിലും ഉണ്ടായിരിക്കുന്നത്. അവിടെയും സ്കൂളിൽ ഈ സ്ഥാപിച്ച അലങ്കാര വസ്തുക്കൾ ഈ അക്രമികൾ കയറി അടിച്ചു തകർക്കുകയായിരുന്നു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടിടങ്ങളിലും ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇതേ അക്രമികൾ തന്നെ ഈ അസമിലെ നൽബാഡിയിലെ ഒരു കടയിൽ, ഈ ക്രിസ്മസ് അലങ്കാരങ്ങൾ വിൽക്കുന്ന കടയിലെത്തിയും അവിടുത്തെ സാമഗ്രികൾ മുഴുവൻ അടിച്ചു തകർക്കുകയും അത് റോഡിലിട്ട് തീ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായാണ് അസം പോലീസ് അറിയിക്കുന്നത്. സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്ന ഒട്ടും സുഖകരമായ കാര്യമല്ല. അതിനെതിരെ കർക്കശമായ നടപടിയാണ് വേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.